അതിനകത്ത് ഇതേപോലെ വലിക്കുന്ന ട്രയൽ നമ്മൾ സ്പൂണും ഇതൊക്കെ വാരിയിടുമ്പോഴത്തേന് എപ്പോഴും ഇടയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയോ അതെല്ലാം കട്ടിയുള്ള പേപ്പറോ അതല്ലെങ്കിൽ ഇതേപോലെ നല്ലൊരു സഞ്ചി ഇതേപോലെ ഇട്ടിട്ട് നമുക്ക് എന്ത് സാധനം വേണേലും വാരി ഇട്ടാലും അതിൻ്റെ ഇടയിൽ കൂടെ പോകത്തില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് സാധനം വേണേലും എത്ര വേണേലും നമുക്ക് വാരിയിട്ടാലും ഇടയിലൊന്നും പോകത്തില്ല. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബാഗ് ഒക്കെ എപ്പോഴും ഇതേപോലെ സിബ് കംപ്ലൈൻ്റ് ആയിട്ട് കൊണ്ടുവരും. എത്ര പുതിയത് മേടിച്ചു കൊടുത്താലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതേപോലെ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് അവർ തുറക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് വാസലിൻ ആ സിബിലൊന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ സിബിന് കംപ്ലൈൻ്റ് ഒന്നും കാണത്തുമില്ല, എത്ര നാൾ വേണേലും ബാഗ് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും തുറക്കലും അടക്കലും ഒക്കെ അല്ലേ. അപ്പോൾ ഇതേപോലെ ഒന്ന് സിബിനകത്തൊന്ന് വാസലൊന്ന് തടയി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ സിബിടുന്നതിന് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാഗിലാണെങ്കിലും അതേപോലെ നമ്മൾ കൊണ്ടുപോകുന്ന ഹാൻഡ് ബാഗിനകത്തൊക്കെ ആണെങ്കിൽ ഇതേപോലെ സിബിനകത്ത് വാസലിൻ തേച്ച് കൊടുത്താൽ നല്ല ഒരു ടിപ്പാണിത്. അപ്പോൾ കണ്ടോ, എളുപ്പത്തിൽ തന്നെ നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണാടി, നമ്മൾ കണ്ണിൽ വയ്ക്കുന്ന കണ്ണാടി, അത് ഏത് കണ്ണാടിയാണേലും വേണ്ടിയില്ല, ഇതേപോലെ ഒന്ന് വാസലിൻ തടയിട്ട് നല്ലോണം ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചോ അതല്ലെങ്കിൽ ചെറിയ കോട്ടൺ തുണി വെച്ചൊക്കെ, നല്ല സോഫ്റ്റുള്ള കോട്ടൺ തുണി ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് ഒന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കണ്ണി വെക്കുമ്പോൾ തന്നെ നല്ല ഒരു വെട്ടമൊക്കെ കിട്ടുകയും ചെയ്യും. നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല തെളിച്ചമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് ഗ്ലാസ് വേണേലും ഇതേപോലെ തുടച്ചെടുക്കാം. ഉണ്ടോ, ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. നമുക്ക് കണ്ണിൽ വയ്ക്കുമ്പം തന്നെ അറിയാൻ പറ്റും നല്ല ഒരു വെട്ടവും തെളിച്ചവും ഒക്കെ ആയിരിക്കും. മോതിരം വളയൊക്കെ കയ്യിലിടുമ്പോഴത്തേനും നമുക്ക് വളരെ പ്രയാസമായിരിക്കും. ചിലത് നല്ല ഇറുക്കമായിട്ടിരിക്കും, ഊരാനും ഇടാനും ഒക്കെ പാടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് വാസലിൻ തേച്ച് കൊടുത്തിട്ട് ഊരാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക് വളയും ഊരിയെടുക്കാം. ഇതേപോലെ വാസലിൻ തേച്ചാൽ മതി. ഇപ്പോൾ പാടുള്ള വളയൊക്കെ ആണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.